മേജർ രവി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നാമനിർദ്ദേശം ചെയ്തത്. കോൺഗ്രസ് വിട്ടുവന്ന സി രഘുനാഥിനെ ദേശീയ കൌൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, മേജർ രവി വീണ്ടും ബിജെപിയിലേക്ക് തിരിച്ചെത്തുന്നു. അദ്ദേഹം ബിജെപിയുടെ ഭാരവാഹിത്വത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ സി രഘുനാഥ് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ മുൻ DCC സെക്രട്ടറി കൂടി, അദ്ദേഹം കൂടി ബിജെപിയിലേക്ക് എത്തുകയാണ്. ഇവരുടെയും സ്ഥാനം എന്താണ്? വിവരങ്ങൾ. സംവിധായകൻ മേജർ രവി മുൻപ് BJP അനുകൂല നിലപാടെല്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇടക്കാലത്ത് വെച്ച് BJPക്ക് അനുകൂലമല്ലാത്ത ചില സമീപനങ്ങൾ തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് BJP അംഗത്വം സ്വീകരിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ BJP സംസ്ഥാന ഉപാധ്യക്ഷനായി കെ സുരേന്ദ്രൻ മേജർ രവിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സി രഘുനാഥിനെ കഴിഞ്ഞ ദിവസം BJPയിലേക്ക് വന്നിരുന്നു. സി രഘുനാഥിനെ BJP ദേശീയ കൗൺസിലിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് നടൻ ദേവൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സംസ്ഥാന ഘടകം നാമനിർദ്ദേശം ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് നടൻ ദേവൻ സംസ്ഥാന BJP അംഗത്വം എടുത്തത്, BJPയിൽ ചേർന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലം അടുത്തതിൻ്റെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ BJP സംസ്ഥാന നേതൃത്വം നടത്തുന്നത്. അതായത് BJPയിലേക്ക് കൂടുതൽ പ്രമുഖർ കടന്നു വരുന്നു എന്നതിൻ്റെ സന്ദേശം നൽകുക എന്നത് തന്നെയാണ്. മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു. സമാനമായ നീക്കം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ കൂടുതൽ പ്രമുഖരായിട്ടുള്ള മുഖങ്ങളെ BJP അംഗത്വം നൽകുകയും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു പ്രോത്സാഹനം എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ BJP നേതൃത്വം നടത്തുന്നത്.